Hi, it's me, your dietitian Jeffrey. നമുക്ക് കോമൺലി വരുന്ന ഒരു മെയിൻ എൻക്വയറിയിൽ വരുന്ന ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ് യൂറിക് ആസിഡ് നമുക്ക് ഡയറ്റ് എടുത്ത് കുറയ്ക്കാൻ പറ്റുമോ എന്നതിനെക്കുറിച്ച്. തീർച്ചയായിട്ടും നമുക്ക് യൂറിക് ആസിഡ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ബേസിക്കലി നമ്മൾ കഴിക്കുന്ന ഫുഡ് ഒന്ന് കുറച്ച് ശ്രദ്ധിച്ചാൽ തന്നെ നല്ല രീതിയിൽ നമ്മുടെ അടുത്ത ബ്ലഡ് വർക്ക്സ് ചെയ്യുമ്പം നല്ല റിസൾട്ട് എടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പം ബേസിക്കലി നമുക്കറിയാം ഈ യൂറിക് ആസിഡ് വരുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിനകത്തുള്ള പ്യൂരിൻ്റെ അളവ് കൂടുമ്പോഴാണ്. അപ്പം ആദ്യമായിട്ട് തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്യൂരിൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം ലിമിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബേസിക്കലി നമുക്കറിയാം പോൾട്രി, റെഡ് മീറ്റ്സ്, പിന്നെ അത് കൂടാതെ കുറച്ച് റെഡ് ഫിഷസ്, ഇതിനകത്തൊക്കെയാണ് കൂടുതലായിട്ടും ഈ പ്യൂരിൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് ലിമിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്തതാണ് നമ്മുടെ ഫുഡിനകത്തൂടെ വരുന്ന ഷുഗേഴ്സിനെ ലിമിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് നമ്മൾ നോർമൽ ആഡ് ചെയ്യുന്ന നോർമൽ ഷുഗർ അല്ല പറയുന്നത്. ഈവൻ നമുക്കറിയാം ചില ഫ്രൂട്ട്സ് ഒക്കെ എടുക്കുമ്പോൾ കൂടുതലായിട്ട് ഷുഗർ കിട്ടുന്നു, അല്ലെങ്കിൽ നമുക്കറിയാം കൂടുതൽ കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡൊക്കെ എടുക്കുമ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ ഷുഗർ കണ്ടന്റ് നമ്മുടെ ശരീരത്തിലോട്ട് എത്താനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ലിമിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള സപ്ലിമെൻറ്റേഷൻ ആണ്. ശരിക്കും വൈറ്റമിൻ സി നല്ല രീതിയിൽ നമ്മുടെ യൂറിക് ആസിഡിനെ ലിമിറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡെയിലി ബേസിസിൽ നമുക്ക് ഒന്നെങ്കിൽ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ് എടുക്കാം, അല്ലെങ്കിൽ വൈറ്റമിൻ സിയുടെ സപ്ലിമെന്റ്സ് എടുക്കാവുന്നതാണ്. ഇനി ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നന്നായിട്ട് പ്രോപ്പർ ഹൈഡ്രേഷൻ ഒരു പരിധി വരെ യൂറിക് ആസിഡിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഫുഡിൻ്റെ കേസിലോട്ട് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഇൻക്ലൂഡ് ചെയ്യുക, ലോ കാലറി ഫുഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം കുറച്ച് സമയം ഒന്ന് എക്സസൈസിനും വേണ്ടിയിട്ട് കണ്ടെത്താനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മെഡിസിൻ ഒന്നും ഇല്ലാതെ ഡയറ്റിൽ കൂടെ തന്നെ യൂറിക് ആസിഡ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി വിത്ത് ജോ ഫിറ്റ്നസ് ന്യൂട്രീഷൻ. താങ്ക് യു.